ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗോല കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ഫേമസ് ആയ നമ്മുടെ ഹൈദരാബാദി ചിക്കൻ ബിരിയാണിയുമായിട്ടാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ദയവായി റെസിപ്പി ഷെയർ ചെയ്യുകയും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എങ്ങനെയാണ് ഹൈദരാബാദി ചിക്കൻ ബിരിയാണി തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. ഓയിലൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് കാഷ്നട്ട് വറുത്ത് കോരിയെടുക്കാം. അതിനുശേഷം നമ്മുടെ മുന്തിരിയും കൂടി വറുത്തെടുക്കാം. ഇതേ എണ്ണയിലേക്ക് തന്നെ നമുക്ക് സവാള ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വെളിച്ചെണ്ണ വേണ്ട, സൺഫ്ലവർ ഓയിലാണ് നല്ലത്. നമ്മൾ എടുക്കുന്ന ചിക്കൻ്റെ അളവ് എത്രയാണോ അതിനനുസരിച്ച് സവാള എടുക്കണം. അതല്ലെങ്കിൽ സവാള കുറഞ്ഞു പോകും. 1 കിലോ ചിക്കന് 4 വലിയ സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. സവാള ആയിട്ടുണ്ട്. നമുക്കിത് കോരിയെടുക്കാം. ഇതിലിരുന്ന് തന്നെ ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് മൊരിഞ്ഞു വരും. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള സവാളയും കൂടി ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കന് ആവശ്യമുള്ള സവാള എടുക്കണം. ചിക്കൻ്റെ അളവിനനുസരിച്ച് സവാളയുടെ അളവിനും വ്യത്യാസം വരും. ചിക്കൻ കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ സവാള എടുക്കണം. ഇളം ചൂട് പാലാണ്. അതിലേക്ക് 1 നുള്ള് സാഫ്രോൺ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ബിരിയാണിക്ക് വേണ്ട മസാല തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് 1.5 ടീസ്പൂൺ സാജീര എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ സാധാരണ ജീരകം മാതിരിയല്ല, അതിനെക്കഴിഞ്ഞും വളരെ ചെറുതാണിത്. അത് 1.5 ടീസ്പൂണ്, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 8 ഗ്രാമ്പൂ, 8 ഏലക്ക. ഏലക്ക ചെറുതാണെങ്കിൽ എണ്ണ കൂട്ടിയെടുക്കണം. ഒരു വലിയ കഷ്ണം കറുവപ്പട്ട. ചൂടാക്കിയിട്ട് പൊടിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. ചൂടാക്കിയിട്ട് പൊടിക്കേണ്ടവർക്ക് അതുപോലെ ചെയ്യാം. അതല്ലെങ്കിൽ അല്ലാതെ പൊടിച്ചെടുത്താലും മതി. ഇത് നമുക്കൊന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ബിരിയാണി മസാല പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു 2 ടേബിൾ സ്പൂൺ ആണുള്ളത്. ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലിയാണ് ചേർക്കുന്നത്. അതൊരു 2 ടീസ്പൂണ്. ഒരു 3 പച്ചമുളക് ഇതുപോലെ വട്ടത്തിൽ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഒരു നാരങ്ങയുടെ നീര്. ഒരു വലിയ നാരങ്ങ ആയതുകൊണ്ടാണ് 1 എടുക്കുന്നത്. ചെറുതാണെങ്കിൽ 2 എടുക്കണം. ഇതുപോലെ 1 പിടി പുതിനയിലയും 1 പിടി മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. ആദ്യം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന സവാളയാണ്. അതിൽ നിന്നും കുറച്ചെടുത്ത് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം സവാള ഫ്രൈ ചെയ്ത് വെച്ച ഓയിലിൽ 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ്. ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കി വെച്ച സമയത്ത് അതിൽ ഉപ്പ് ചേർത്തുകൊണ്ട് ഇപ്പം ഉപ്പ് കുറച്ചാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ കൂടെ ആദ്യം ഫ്രൈ ചെയ്ത് വെച്ച സവാളയും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കണം. കുറച്ച് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കണം. ബാക്കി കുറച്ച് അല്ലാതെ ഇതുപോലെയും കൂടി ചേർത്ത് കൊടുത്താൽ മതി. ബാക്കി നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാം. ഇനി ഇത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. നമ്മൾ മസാല പൊടിച്ചത് മുഴുവൻ ചേർത്തിട്ടില്ല. അതിൽ 1 ടീസ്പൂൺ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ദം ചെയ്യുന്ന സമയത്ത് ചേർത്ത് കൊടുക്കാം. മല്ലിയിലയും പുതിനയിലയും നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ. ചിലർക്ക് ഇഷ്ടമല്ലെങ്കിൽ അതനുസരിച്ച് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. പക്ഷേ അതിൻ്റെ മല്ലിയിലയുടെയും പുതിനയിലയുടെയും ടേസ്റ്റ് നന്നായിട്ട് വേണം. അതിൻ്റെ നന്നായിട്ടുള്ള ഫ്ലേവർ കിട്ടണമെങ്കിൽ മല്ലിയിലയും പുതിനയിലയും നന്നായിട്ട് ചേർത്ത് കൊടുക്കണം. നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്തിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം. 1 കിലോ ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഞാനിതിൻ്റെ അളവ് 1 കിലോ ചിക്കനുള്ള അളവും മസാലപ്പൊടിയുടെ അളവും ഒക്കെയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ചിക്കൻ്റെ അളവിനനുസരിച്ച് പൊടികളിലെ സവാള ഫ്രൈ ചെയ്യുന്നത് എല്ലാം വ്യത്യാസം വരും. ഇത് നമുക്കൊരു 2 മണിക്കൂർ വെക്കണം. ആ സമയത്ത് നമുക്ക് റൈസൊക്കെ റെഡിയാക്കി എടുക്കാം. നമുക്ക് റൈസ് വേവിക്കാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് 3 ബേ ലീഫ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു വലിയ കഷ്ണം പട്ട, ഒരു 7 ഏലക്ക,
ഒരു 7 ഗ്രാമ്പും. ഇത് നന്നായിട്ട് തിളച്ച് വരട്ടെ. വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അതിലേക്ക് ബസ്മതി റൈസാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 കപ്പ് നന്നായിട്ട് കഴുകിയിട്ട് ചേർത്ത് കൊടുക്കുക. റൈസിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. റൈസ് നന്നായിട്ട് വേകണം, അതായത് വെന്ത് അളിഞ്ഞ് പോകരുത്. നമ്മളിത് ദം ചെയ്യാനുള്ളതാണ്, അതിനൊരു പാകത്തിന് വേണം വെന്ത് വരാനായിട്ട്. റൈസ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിനി ഇത് കോരി മാറ്റാം. കടായി ചൂടായിട്ടുണ്ട്. ഞാൻ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. മസാലയൊക്കെ പുരട്ടി വെച്ചിരുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളമാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 1 കപ്പ് വെള്ളം ചേർത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ചിക്കൻ വേകുന്നിടം വരെ അടച്ചു വെച്ച് കൊടുക്കണം. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി നോക്കണം. അതുപോലെ തന്നെ ഉപ്പൊന്നൊന്ന് നോക്കണം. 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. 1 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിരുന്നത്. അതും ചിക്കനിലെ വെള്ളവും കൂടി ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അതിനനുസരിച്ച് വേണം ഇനി ചാറ് പറ്റിച്ചെടുക്കുവാനായിട്ട്. ഒരു 20 മിനിറ്റും കൂടി ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് ഞാൻ ചിക്കൻ വേവിച്ചെടുക്കുവാണ്. ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് വാങ്ങി വെക്കാം. ഉപ്പ് നോക്കണം. ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കണം. നമുക്കിനി ദം ചെയ്തെടുക്കാം. ഒരു ഫ്രൈ പാൻ വെച്ചതിൻ്റെ മുകളിലാണ് ഞാൻ ഈ പാത്രം വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം എല്ലാ ഭാഗത്തും വരുന്നതിന് വേണ്ടി. അതിനുശേഷം വേവിച്ച് വെച്ചിരുന്ന റൈസ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലെ സ്പൈസസ് ഒക്കെ ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. നിർബന്ധമില്ല, വേണമെങ്കിൽ മാത്രം മാറ്റി കൊടുത്താൽ മതി. ഈ റൈസിൻ്റെ മുകളിലോട്ട് പാലും കുങ്കുമപ്പൂവും കൂടി ചേർത്തത് ഒഴിച്ചു കൊടുക്കാം. കുങ്കുമപ്പൂവ് ഇല്ലെങ്കിൽ പാലിൽ മഞ്ഞൾ ചേർത്തിട്ട് ഒഴിച്ചു കൊടുത്താലും മതി. ഈ റൈസിൻ്റെ മുകളിലോട്ട് നമുക്കിനി ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കനും ഗ്രേവിയും എല്ലാം കൂടി ചേർത്ത് കൊടുക്കാം. ലെയറായിട്ട് ചെയ്യേണ്ടവർ അങ്ങനെ ചെയ്തോളുക. ഗ്രേവിയും ചിക്കനും മുഴുവൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വീണ്ടും അതിൻ്റെ മുകളിലേക്ക് നമുക്ക് നമ്മുടെ ബാക്കിയിരുന്ന റൈസും കൂടി ചേർത്ത് കൊടുക്കാം. ബാക്കിയിരുന്ന പാലും സാഫ്രോണും കൂടി നമുക്കിതിൻ്റെ മുകളിലോട്ട് ചേർത്ത് കൊടുക്കാം. ആദ്യം ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന സവാളയിൽ നിന്ന് കുറച്ചെടുത്ത് വെച്ചിരുന്നതുണ്ട്, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ക്യാഷ്നട്ട്, കിസ്മിസ് എല്ലാം ഇതിൻ്റെ മുകളിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. മല്ലിയില. നമ്മൾ ആദ്യം ചിക്കനിലോട്ട് പൊടിച്ച മസാലയിൽ നിന്ന് കുറച്ചെടുത്ത് വെച്ചിരുന്നു. ആദ്യം പൊടിച്ച് വെച്ചിരിക്കുന്ന മസാല വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. മസാലപ്പൊടി ഇട്ട് കഴിഞ്ഞതിന് ശേഷം 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒന്നിൽ കൂടുതൽ വേണ്ടവർക്ക് അതിൽ കൂടുതൽ ഒഴിച്ചു കൊടുക്കാം. അത് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം. അടച്ചു വെക്കാം. അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെക്കണം. ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇതുപോലെ ആവി ഇങ്ങനെ തട്ടി വരണം. അന്നേരം നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്യാം. പത്ത് മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇത് കണ്ടോ, ആവിയൊക്കെ വന്ന് വെള്ളമൊക്കെ വന്നിട്ടുണ്ട്. റൈസിൻ്റെ മുകളിലിട്ട മല്ലിയിലയുടെയും പുതിനയിലയുടെയും ഒക്കെ കളറ് ചെറുതായിട്ട് മാറാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് മതി, നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നല്ല ടേസ്റ്റിയായ ഹൈദരാബാദി ദം ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ പ്ലേറ്റിലോട്ട് ബിരിയാണി ഒന്ന് സെർവ് ചെയ്യാം. അതിൻ്റെ ആ മസാലയും ചിക്കനും എല്ലാം കളറും എല്ലാം കൂടി ഒരു ഭാഗത്ത് ഇതുപോലെ വൈറ്റ് കളറുണ്ട്, യെല്ലോ കളറുണ്ട്, മസാലയുടെ കളറും എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്.
ഇത് ഒന്നിച്ച് മിക്സ് ചെയ്യണമെങ്കിൽ അതുപോലെ ചെയ്യാം, അതല്ലെങ്കിൽ ഇതുപോലെ സെർവ് ചെയ്താലും മതി. അത് നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്താൽ മതി. ഇതിൻ്റെ മുകളിൽ നമുക്ക് ആദ്യം ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന സവാള ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. അതുപോലെ കിസ്മിസും ചേർത്ത് കൊടുത്താൽ മതി.